നമസ്കാരം. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയായിരുന്ന അലി ലാരിജാനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്തിനാണ്? ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രി ഇസ്മായിലിനെയും കൊന്നതായി ഒടുവിൽ ഇസ്രായേൽ പറയുന്നു. ഖമനേയെ കൊലപ്പെടുത്തുകയും മുജ്തബയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ഇറാൻ ശക്തമായി പ്രതിരോധിച്ച് മുമ്പോട്ടു പോവുകയും ലോകമാകെ യുദ്ധത്തിന് എതിരാവുകയും ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി ഇസ്രായേൽ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്തിനായിരിക്കും? ലോകം മുഴുവൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇറാന്റെ നയതന്ത്ര നേതൃത്വത്തെ ഇല്ലാതാക്കുകയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്ന കുടില ബുദ്ധിയാണത്രേ ഇസ്രായേൽ പയറ്റിയത്. ഇസ്രായേലിന്റെ നീക്കങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇസ്രായേലിന്റെ കുതന്ത്രത്തിന് പിന്നാലെ US ഹോർമൂസ് മുൻനിർത്തി നടത്തുന്ന പുതിയ നീക്കങ്ങളുടെ സാഹചര്യവും നോക്കാം. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ പ്രധാന കവാടമായിരുന്നു നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനി. US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കം ഹോർമൂസ് കടലിടുക്കിൽ തട്ടി അനിശ്ചിതാവസ്ഥയിൽ എത്തിയപ്പോൾ അമേരിക്കൻ സഖ്യകക്ഷികളടക്കം സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സമ്മർദ്ദത്തിലേക്ക് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ തുർക്കിയുടെ എർദോഗൻ അതിശക്തമായ വിമർശനവുമായി ഇസ്രായേലിനെതിരെ രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ലാരിജാനിയെ കൊല്ലുന്നത്. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ തടയാനാണ് ലാരിജാനിയെ വധിച്ചത് എന്നാണ് പാശ്ചാത്യ നയതന്ത്ര വിദഗ്ധരുടെ നിരീക്ഷണം. ജനകീയ സിവിലിയൻ മുഖങ്ങളെ രാജ്യ നേതൃത്വത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ പദ്ധതി. ലാരിജാനി പതിറ്റാണ്ടുകളായി ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ സജീവമായിരുന്നു. അന്തരിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള വ്യക്തികൾ, രാഷ്ട്രീയ വിഭാഗങ്ങൾ എന്നിവയുമായുള്ള ബന്ധങ്ങളിലൂടെ രാജ്യത്തിന്റെ സുപ്രധാന തീരുമാനങ്ങളിൽ നിർണായക പങ്ക് ലാരിജാനിക്കുണ്ടായിരുന്നു. സംഘർഷം ആരംഭിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് വരെ ഗൾഫ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചതും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ കാണാൻ മോസ്കോയിലെത്തിയതും ലാരിജാനിയുടെ നേതൃത്വത്തിലായിരുന്നു. ഫെബ്രുവരി 28 ഖമനേയിയുടെ കൊലപാതകാനന്തരം നിർണായക സാന്നിധ്യമായി മാറി. വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടന്ന റാലിയിലാണ് പൊതുവേദിയിൽ അവസാനം പ്രത്യക്ഷപ്പെട്ടത്. ആ റാലി ഇസ്രായേലിനേറ്റ ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്നായിരുന്നു ഈ യുദ്ധകാലത്ത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിയായാണ് വിദേശ നയതന്ത്രജ്ഞർ അദ്ദേഹത്തെ, പ്രത്യേകിച്ചും പാശ്ചാത്യ നയതന്ത്രജ്ഞർ അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഖമനേയിയുടെ മരണാനന്തരം ഇറാന്റെ നേതൃഘടനയിലെ നിർണായക സാന്നിധ്യമായിരുന്ന ലാരിജാനി വഴിയായിരുന്നു തുടർന്നും സമാധാന ചർച്ചകൾ നടക്കേണ്ടിയിരുന്നത്. ഹോർമൂസ് കടലിടുക്കിലേക്ക് യുദ്ധത്തിനായി നാറ്റോ രാജ്യങ്ങളെ അടക്കം ക്ഷണിച്ച് പരാജയപ്പെട്ട് നിൽക്കുകയാണ് ട്രംപ്. ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനാകാതെ വലയുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഹോർമൂസിലൂടെ US ഇസ്രായേലും ഒഴികെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിട്ട് ഇറാൻ സൗകര്യമൊരുക്കിയത് മറ്റ് രാജ്യങ്ങളുടെ പ്രീതിക്കും ഇടയാക്കി. റഷ്യയും ഫ്രാൻസും അടക്കം പ്രമുഖ രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. നാറ്റോ രാജ്യങ്ങൾക്കും ആ അഭിപ്രായം ഉണ്ടായിരുന്നു. GCC രാജ്യങ്ങൾ UN സമീപിച്ചിരിക്കുകയുമായിരുന്നു. യുദ്ധം ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് പക്ഷേ താൽപര്യമുണ്ടായിരുന്നില്ല. ഇറാനെ സമ്പൂർണ്ണമായി തകർക്കലാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അമേരിക്കയെ ഉപയോഗിച്ച് അത് സാധ്യമാക്കിയെടുക്കുക. ഇതിനപ്പുറം ഒരു സുവർണാവസരം തങ്ങളുടെ മുമ്പിലില്ല എന്ന് നെതന്യാഹുവും കരുതിയിരുന്നു. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ നടപ്പാക്കിയ കുതന്ത്രമാണ്, പദ്ധതിയാണ് ലാരിജാനിയുടെ വധം എന്നാണ് നയതന്ത്ര വൃത്തങ്ങളുടെ വിലയിരുത്തൽ. ഇനി പ്രസിഡന്റ് പെഷസ്കിയാൻ അടക്കമുള്ളവരെ ഉന്നമിട്ടാകും ഇസ്രായേലിന്റെ നീക്കമെന്നും സംശയിക്കുന്നു. അങ്ങനെ വന്നാൽ ഇറാന്റെ സമ്പൂർണ്ണ നിയന്ത്രണം തീവ്ര വിഭാഗത്തിന്റെ കൈകളിൽ എത്തുമെന്നും ചർച്ച ഒരു കാലത്ത് നടക്കില്ല എന്നും ഇറാഖിലുണ്ടായതുപോലെ സമ്പൂർണ്ണ ആക്രമണത്തിലേക്ക് US തിരിയേണ്ടി വരും എന്നും ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. ഇതാണ് ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രധാന വിലയിരുത്തലുകൾ. ഇതേസമയം ഇസ്രായേലിന്റെ കുതന്ത്രത്തിൽ വീണ് വലയുന്ന ട്രംപ് അടുത്ത നീക്കവും ആരംഭിച്ചു. ഹോർമൂസ് കടലിടുക്കിലേക്ക് നാറ്റോ രാജ്യങ്ങളുടെ അടക്കം സൈനിക പിന്തുണ ആവശ്യപ്പെട്ടത് അംഗീകരിക്കപ്പെടാതെ പോവുകയും ഓസ്ട്രേലിയ ഉൾപ്പെടെ തള്ളിക്കളഞ്ഞതോടെ നാണം കെടുകയും ചെയ്ത ട്രംപ് പ്രകോപിതനായി സ്വന്തം സൈനിക ശക്തിയുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ ആയുധ ശേഖരത്തിൽ ഏറ്റവും ശക്തമായ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം തുടങ്ങി എന്ന് US സൈന്യം വ്യക്തമാക്കി. കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ തീരപ്രദേശത്തെ സുരക്ഷിതമായ മിസൈൽ താവളങ്ങളിൽ 5000 പൗണ്ട് ഭാരമുള്ള ഡീപ്പ് പെനട്രേറ്റർ എന്ന ബോംബുകൾ ഉപയോഗിച്ച് ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഈ കേന്ദ്രങ്ങളിലെ ഇറാന്റെ ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായിരുന്നു. അത് തകർത്തുവെന്നും സെൻട്രൽ കമാൻഡ് Xലൂടെ കുറിച്ചു. ഇറാനിലെ യുദ്ധത്തിന് പിന്തുണ സമാഹരിക്കാൻ കഴിയാത്തതിനാൽ പ്രകോപിതനായ ട്രംപ് ലോകം തന്റെ ശ്രമങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ താൻ ഈ യുദ്ധം തുടരും എന്നും അത് ലോക നന്മയ്ക്കായിട്ടായിരിക്കുമെന്നും അവകാശപ്പെട്ടു. നാറ്റോയെ സഹായിച്ചതിന് പ്രത്യുപകാരം ലഭിച്ചില്ല, പക്ഷേ US പിന്മാറില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഹോർമൂസിൽ നേരിട്ടുള്ള ആക്രമണം. ഡീപ് പെനട്രേറ്റർ ആക്രമണത്തിന്
ആക്രമണത്തിന് പിന്നാലെ US നാവികസേനയുടെ ആക്രമണ കപ്പലായ USS ട്രിപ്പോളിയും രംഗത്തിറക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെ സിംഗപ്പൂരിന് സമീപമുള്ള മലാക്ക കടലിടുക്കിൽ എത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മാരിടൈം ട്രാക്കിംഗ് വിവരപ്രകാരം ചൊവ്വാഴ്ച രാവിലെ കപ്പൽ സ്ഥലത്തെത്തി എന്നാണ് വാർത്തകൾ. കനത്ത കപ്പൽ ഗതാഗതമുള്ള സിംഗപ്പൂർ തീരത്ത് ഇറാൻ ഭീഷണി ഒഴിവാക്കാൻ ശക്തമായ മുൻകരുതലുകളും ഉണ്ട്. AIS ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്തുകൊണ്ടാണ് അത്ര സഞ്ചാരം. സാധാരണ AIS ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് കപ്പലുകൾ യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ മിന്നൽ ആക്രമണങ്ങൾ അടക്കമുള്ള അപകട സാധ്യത ഇറാന്റെ ഭീഷണി അടക്കം മുന്നിൽ കണ്ടാണ് തീരുമാനം. ട്രിപ്പോളിയിൽ 2200 സൈനികരുണ്ടെന്നാണ് വിവരം. ഇതുവരെ 50,000 സൈനികർ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് US കമാൻഡ് നേരത്തെ വ്യക്തമാക്കിയത്. ഈ ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഹോർമോസ് പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് ആക്രമണം നടത്താനുള്ള ഒരുക്കങ്ങൾക്ക് ട്രംപ് നിർദ്ദേശം നൽകി. ആവശ്യങ്ങൾ നിരവധി ഉന്നയിച്ചുവെങ്കിലും വിവിധ രാജ്യങ്ങൾ തള്ളിക്കളയുകയും യുദ്ധത്തിൽ പങ്കാളികളാക്കാനുള്ള കുതന്ത്രങ്ങൾ ട്രംപിന്റെ കുതന്ത്രത്തിൽ വീഴേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനം ട്രംപിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. നിലവിൽ USന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകളെ മാത്രമാണ് തടയുക എന്നും തങ്ങളെ ആക്രമിക്കാൻ സഹായിക്കാത്ത എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടും എന്നുമാണ് ഇറാന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം. അതുപ്രകാരം ഇന്ത്യയുടേതടക്കമുള്ള കപ്പലുകൾ ഇറാൻ കടത്തിവിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ലോകമാകെ യുദ്ധത്തിനെതിരായ വികാരം ഉയരുമ്പോൾ ട്രംപ് ലോക നന്മയ്ക്കെന്ന വ്യാജ ആഖ്യാനം നൽകി മറ്റു രാജ്യങ്ങളെ അണിനിരത്താൻ നീക്കം നടത്തിയത്. അത് പാളിപ്പോയപ്പോ ഇസ്രായേൽ അതിനിടയിൽ ഈ യുദ്ധ സാഹചര്യം സമാധാനത്തിലേക്ക് പോകരുത് എന്നുള്ള നീക്കത്തിന്റെ തുടർച്ചയായി ലാരി ജാനിയെ വധിച്ചു. US സേനയെ തന്നെ മാക്സിമം ഉപയോഗിച്ച് ഇറാൻ ആക്രമണത്തിന് ട്രംപ് കൂപ്പുകൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ യുദ്ധത്തിനു മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ല എന്ന് ഇറാൻ പാർലമെന്റ് മുൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലി ബാഫിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ സുരക്ഷിതമാകുമെന്ന് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികരണം. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ ഇല്ല എങ്കിലും സ്ഥിതിഗതികൾ അമേരിക്ക നേരിട്ട് ശാന്തമാക്കുമെന്നാണ് ഈ സമയം ട്രംപിന്റെ വാക്ക്. പക്ഷേ സംഘർഷം രൂക്ഷമായതിനു ശേഷം ആദ്യമായി തുറന്ന നിലപാടുമായി തുർക്കി രംഗത്തെത്തിയത് മറ്റൊരു സാഹചര്യം സൃഷ്ടിച്ചു. ഇറാനിൽ നടക്കുന്നത് അർത്ഥശൂന്യവും നിയമവിരുദ്ധവും തെറ്റുമായ യുദ്ധമാണ് എന്നും തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ പറഞ്ഞു. എത്രയും വേഗം അത് അവസാനിപ്പിക്കുകയാണ് തുർക്കിയുടെ ലക്ഷ്യമെന്നും അങ്കാറയിലെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 28-ന് അയൽരാജ്യമായ ഇറാന് നേരെ ആരംഭിച്ച വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ സർക്കാരിന്റെ പ്രകോപനങ്ങളും ഗൂഢാലോചനകളും കാരണമാണ്. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയും സുരക്ഷയും ലംഘിക്കുന്ന ഏത് ഘടകങ്ങൾക്കെതിരെയും നാറ്റോ രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് തുർക്കി ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. പ്രകോപനങ്ങളെ ക്ഷമയോടെയും വിവേകത്തോടെയും ജാഗ്രതയോടെയുമാണ് തുർക്കി കൈകാര്യം ചെയ്യുന്നത്. യുദ്ധം സമ്പദ് വ്യവസ്ഥയിലും പൗരരിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും എർദോഗൻ പറഞ്ഞു. എർദോഗന്റെ വാക്കുകളിലുണ്ട് നാറ്റോ രാജ്യങ്ങൾ സമാധാനത്തിനായുള്ള നീക്കങ്ങൾ നടത്തും എന്നും അതിനുള്ള സമ്മർദ്ദം തുർക്കി ചെലുത്തിയിട്ടുണ്ട് എന്നും. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ആ സമാധാന ചർച്ചകളിലേക്ക് പ്രധാന പാലമാകേണ്ടിയിരുന്ന ലാരി ജാനിയെ വധിച്ചത്. ഇതിനിടെ ലാരി ജാനിയുടെ പകരക്കാരൻ ആര് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. IRGC മുൻ കമാൻഡർ മൊഹ്സെൻ റസായിയുടെ പേരാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ മൊജ്തബ ഖമനേയുടെ സീനിയർ ഉപദേശകനാണ് റസായി. 1981 മുതൽ 97 വരെ ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ കമാൻഡർ ഇൻ ചീഫായിരുന്നു റസായി. 27-ാം വയസ്സിലാണ് റസായി ഇറാൻ സൈന്യത്തിന്റെ ഭാഗമായത്. പലപ്പോഴായി ഇറാൻ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. ഇറാന്റെ പ്രതിരോധം, ഇന്റലിജൻസ്, വിദേശനയം എന്നിവയിൽ തീരുമാനമെടുക്കുന്നത് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയാണ്. ലാരി ജാനിയായിരുന്നു ഇതിന്റെ തലവൻ. നേരിട്ട് പരമോന്നത നേതാവിനാണ് ലാരി ജാനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി ആ സ്ഥാനത്തെത്തുന്നയാളും അയാളുടെ ഇടപെടൽ ശൈലിയും എന്തൊക്കെയായിരിക്കും എന്നാണ്, ഏത് രീതിയിലായിരിക്കും എന്നാണ് നയതന്ത്രജ്ഞർ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇറാന്റെ സുപ്രധാന സ്ഥാനങ്ങളിലുള്ളവരെ ഓരോരുത്തരെയായി ഇസ്രായേൽ ലക്ഷ്യമിട്ട് തുടങ്ങിയാൽ സമാധാനത്തിനായുള്ള ഏത് നീക്കവും മുളയിലെ പരാജയപ്പെടും. ഇറാൻ യുദ്ധം സമാധാനത്തോടെ അവസാനിക്കരുത് എന്നും ഇറാന്റെ പതനം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സമാധാനമേ പാടുള്ളൂ എന്നും ഇസ്രായേൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനായുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിലും അവർ നടത്തും. ട്രംപും സമ്പൂർണ്ണമായി പിന്തുണച്ച് മുന്നോട്ടു പോവുകയും ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇതുവരെയുള്ള കളികളൊക്കെ പരാജയപ്പെട്ടതുപോലെ ഇതും പരാജയപ്പെട്ടു പോകുമോ എന്ന ആശങ്ക അവർക്ക് നിലനിൽക്കുകയും ചെയ്യുന്നു. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.